അജിംസിന് അറിയാവുന്നതുപോലെ കാലങ്ങളായി ഈ നഗരസഭാ ഭരണവും BJP നേതൃത്വവും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിലാണ് PT ഉഷ MP ഫണ്ട് ഉപയോഗിച്ച് ഒരു മെഡിക്കൽ ലാബിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. ഇതിൽ ഈ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെയോ വൈസ് ചെയർമാൻ കൃഷ്ണദാസിനെയോ അടക്കം ആരെയും ക്ഷണിക്കാതെ നടത്തിയ ഒരു പരിപാടിയാണ്. ഇതിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ അമർഷമുണ്ട്. ഇന്നലെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വിശദീകരിച്ചത് ഇതൊരു പാർട്ടി പരിപാടി ആയിരുന്നു എന്നുള്ളതാണ്. അത് ഈ തട്ടിപ്പാണ്. കാരണം ഈ PT ഉഷ MPയും അതോടൊപ്പം തന്നെ മിനി കൃഷ്ണകുമാറും പറയുകയും അവരുടെ ശിലാഫലകത്തിൽ എഴുതി വെക്കുകയും എല്ലാം ചെയ്തത് ഈ ലാബ് ഉദ്ഘാടനം എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് വിവാദമായതോടുകൂടി അതൊരു പാർട്ടി പരിപാടി ആയിരുന്നു എന്ന് പറഞ്ഞ് തടിയൂരാനാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ അമർഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമുള്ള പരിപാടിയിൽ പങ്കെടുത്തത്. ഈ പ്രമീള ശശിധരൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഈ അപമാനിക്കുന്ന തരത്തിൽ പരിപാടി നടത്തി തന്നെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്ന് കാണിച്ച് നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇതിനിടയ്ക്കാണ് മറുഭാഗത്തിന്, അതായത് കൃഷ്ണകുമാർ വിഭാഗത്തിന് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പങ്കെടുത്ത ഒരു കാര്യം വരുന്നത്. അവർ ആ രീതിയിലുള്ള പരാതിയും നൽകിയിട്ടുണ്ട്. എന്നാലും സംസ്ഥാന നേതൃത്വം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇരു വിഭാഗത്തിനെതിരെയും സ്വീകരിക്കേണ്ടി വരും. കാരണം പ്രോട്ടോകോൾ പ്രകാരം നഗരസഭയുടെ ഒരു പദ്ധതി, അത് രണ്ട് പദ്ധതിയാണ്. ഒന്ന് അംഗൻവാടി ഉദ്ഘാടനമാണ്, മറ്റൊന്ന് ഈ മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനമാണ്. രണ്ടും ഈ രാജ്യസഭാ MP ആയ PT ഉഷയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതാണ്. നഗരസഭയുടെ പരിപാടിയിൽ നഗരസഭ ഭരിക്കുന്ന ഈ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും മാറ്റിയതിനെതിരെ നടപടി ഇല്ലാതെ ഇവർക്കെതിരെ മാത്രം രാഹുലിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതിന് നടപടി എടുത്തു കഴിഞ്ഞാൽ അത് BJPയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒന്നില്ലെങ്കിൽ ഈ ആർക്കെതിരെ നടപടി ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെതിരെ മാത്രം നടപടി ഉണ്ടായാൽ അത് ഈ പാർട്ടിയിൽ നിന്നും തന്നെ വലിയ കൊഴിഞ്ഞുപോക്കിലേക്ക് പോകും. എന്തായാലും ഈ സാഹചര്യം കോൺഗ്രസ് പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് CV സതീശൻ തന്നെ ഈ വികസന കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രമീള ശശിധരനെതിരെ BJP നടപടിയെടുത്താൽ കൂടെ തങ്ങൾ ഉണ്ടാകും, അവർക്ക് സംരക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മുൻ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഇവരെ കോൺഗ്രസിലേക്ക് തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ കോൺഗ്രസ് അവരെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ കോൺഗ്രസ് പാളയത്തിൽ പ്രമീള ശശിധരൻ എത്തുകയാണെങ്കിൽ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് നഗരസഭയുടെ ഒരു ചിത്രം തന്നെ മാറാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അജിംസ്.